ഹായ് ഫ്രണ്ട്സ്, ഇന്ന് RRB JEE പഠിത്തത്തിൻ്റെ ഡേ 2 ആണ്. പതിവ് പോലെ ഡേ ടേബിൾ ക്ലീനാണ്. ഇന്നലെ ഐറ്റംസ് എല്ലാം അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാൻ. ഇന്നലെ പറഞ്ഞു എന്തിനാ കുപ്പി വെള്ളം വെക്കുന്നതെന്നൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നോക്കിയതെന്ന് വെച്ചാൽ സിലബസ് എടുത്ത് ഇന്ന് ഏത് പഠിക്കണമെന്നുള്ളത് നോക്കി. അങ്ങനെ ഫൈനലി ബ്ലഡ് റിലേഷൻസ് നോക്കാമെന്ന് വിചാരിച്ചു. അതൊരു കുഞ്ഞു ചാപ്റ്റർ, എന്നാൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. അങ്ങനെ റീസണിൻ്റെ ബുക്ക് എടുത്തു. റീസണിങ്ങിലാണ് ഇത് വരുന്നത്. പതിവ് പോലെ ഇൻഡെക്സ് എടുത്തു. ബ്ലഡ് റിലേഷൻസ് മൂന്നാമത്തെ ചാപ്റ്ററാണ്. അതിനുശേഷം പേജ് നമ്പർ നോക്കി 66. അങ്ങനെ മറിക്കാൻ തുടങ്ങി. സോ മറിച്ച് വീണ്ടും മറിച്ച് 66 എടുത്തു. ബ്ലഡ് റിലേഷൻസ് എന്നുള്ള ചാപ്റ്റർ ഓപ്പൺ ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ ഇന്നത്തെ കൂട്ട് ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് പേപ്പർ എടുത്ത് വെച്ചു. അതിനുശേഷം ഓൾറെഡി കണ്ട ക്ലാസ് ആയതുകൊണ്ട് നോട്ട്ബുക്കിൽ ലെസൺസ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും ഫ്രണ്ടിൽ നോക്കി എത്രാമത്തെ എഴുതിയേക്കുന്ന ചാപ്റ്റർ എത്രാമത്തെയാണെന്നുള്ളത് നോക്കി ബ്ലഡ് റിലേഷൻസ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ജസ്റ്റ് നോക്കി. ഇതിനകത്ത് ആകെ കൂടെ 2 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഒന്ന് കുറച്ച് സിമ്പിൾസും പിന്നെ കുറച്ച് റിലേഷൻഷിപ്പും. അത് ഇംഗ്ലീഷിൽ അറിയണമെന്ന് മാത്രം. നമുക്ക് മലയാളത്തിൽ ഓരോരുത്തരെ നമ്മുടെ ആരാ എന്താണെന്നുള്ളത് പറയാൻ പറ്റും. പക്ഷേ ഇംഗ്ലീഷിലോട്ട് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതിന് ജസ്റ്റ് ഈ പിക്കൊന്ന് നോക്കിയാൽ മതി. സപ്പോസ് ഞാനൊരാണാണെങ്കിൽ എൻ്റെ വൈഫ്, സ്പൗസ് തിരിച്ചും അത് തന്നെ പറയുന്നത്. അച്ഛനമ്മ, ഫാദർ ആൻഡ് മദർ. ഇനി അവരുടെ പാരൻസ് വരുമ്പോൾ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. അമ്മയുടെ സൈഡ് മാറ്റേണലും അച്ഛൻ്റെ സൈഡ് പാറ്റേണൽ എന്നും പറയും. ഇനി അവരുടെ മീൻസ് എൻ്റെ ബ്രദർ, സിസ്റ്റർ, എൻ്റെ മക്കൾക്ക് ആൻറ്റും അങ്കിളുമാണ്. ഇനി അവരുടെ മക്കളായിരിക്കും എൻ്റെ പിള്ളേരുടെ ഫസ്റ്റ് കസിൻ. അപ്പോൾ എൻ്റെ പിള്ളേരെന്ന് പറയുമ്പോൾ സൺ, ഡോട്ടർ. അവരുടെ സ്പൗസുകളെ ഡോട്ടർ ഇൻ ലോ, സൺ ഇൻ ലോ എന്നൊക്കെ പറയുന്നു. ഇനി അവരുടെ മക്കൾ എനിക്ക് ഗ്രാൻഡ് സണ്ണും ഗ്രാൻഡ് ഡോട്ടറും ആയിരിക്കും. പിന്നെ ഇപ്പോൾ ബ്രദറിൻ്റെ മക്കൾ എന്ന് പറയുന്ന സമയത്ത് ആൺകുട്ടിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ സിസ്റ്ററിനായാലും ആൺകുട്ടിയാണെങ്കിൽ നിഫ്യൂ, പെൺകുട്ടിയാണെങ്കിൽ നീസ് എന്നും പറയുന്നു. അങ്ങനെ ലെസൺസൊക്കെ പഠിച്ചെടുത്ത് പതിവ് പോലെ ബാക്കിൽ എക്സസൈസൊക്കെ ചെയ്തു. എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്തു. പിന്നെ ഓരോരുത്തരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് മലയാളത്തിൽ പറയാനറിയാം, പക്ഷേ ഇംഗ്ലീഷിൽ അത് എന്ത് ഏതെന്നുള്ളത് അറിഞ്ഞാൽ ഈ ഒരു ലെസൺ നമുക്ക് നന്നായി പഠിച്ചു എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ഇന്നലെ വർക്കൗട്ട് ചെയ്ത ആ ഒരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് എടുത്തു. എന്നിട്ടൊരു 50 ക്വസ്റ്റ്യൻസ് ഇരുന്ന് നോക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ മാത്സും എല്ലാമൊക്കെ വരുന്നുണ്ടായിരുന്നു. ബട്ട് മാത്സ് ഫുള്ളായി പഠിക്കാത്തതുകൊണ്ട് അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്നുള്ളത് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസൊക്കെ സ്കിപ്പ് ചെയ്ത് അറിയുന്ന ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ടും ചെയ്തു. അങ്ങനെ സയൻസ്, GK ആ ക്വസ്റ്റ്യൻസൊക്കെ ടോട്ടൽ ഏകദേശം 50 ക്വസ്റ്റ്യൻസ് അങ്ങനെ നോക്കി. ഇന്നലത്തേക്കാളും കുറച്ചുകൂടി പോർഷൻസ് കൂട്ടി. സോ താങ്ക് യു. ഇനി ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റൊന്നിനുമല്ല, ഇത് നിങ്ങൾക്കൊരു മോട്ടിവേഷനാവും, കൂടെ എനിക്കൊരു മോട്ടിവേഷൻ. സോ വൺസ് അഗെയിൻ താങ്ക് യു.